പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ബന്ദിപ്പോറയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മുതിർന്ന ലഷ്കർ ഇ ത്വയ്ബ കമാൻഡറെ സൈന്യം വധിച്ചു. അൽതാഫ് ലല്ലിയാണ് കൊല്ലപ്പെട്ടത്. നിയന്ത്രണ രേഖയിൽ വ്യാപകമായി പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തി. ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. അതിനിടെ പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലുള്ള BSF സൈനികനെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അതുല്യ, നമ്മുടെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ലഷ്കർ ഇ ത്വയ്ബയുടെ മുതിർന്ന കമാൻഡറെ സൈന്യം വധിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു കമാൻഡർക്ക് ഈ ഒരു ഭീകരാക്രമണത്തിലെ പങ്ക് സൈന്യം വിശദീകരിക്കുന്നത്? അതോടൊപ്പം ഈ പാക് പിടിയിലായ BSF സൈനികനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ വിവരങ്ങൾ കൂടി പങ്കുവെക്കുക. കാളിദാസ്, എന്തായാലും പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം താഴ്വര വളരെയധികം അശാന്തമായിരിക്കുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് തുടർന്ന് വരുന്ന ആക്രമണങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയും എല്ലാം വിശദമാക്കുന്നത്. നേരത്തെ തന്നെ പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഭീകരരും സൈന്യവും തമ്മിൽ ബാരാമുള്ളയിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ബന്ദിപ്പോറ, കുപ്വാര മുതലായ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണോ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ലഷ്കർ ഇ ത്വയ്ബയുടെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായ അൽതാഫ് ലല്ലിയെ സൈന്യം വധിച്ചു എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര അതുപോലെ തന്നെ ദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾ ലഷ്കർ ഇ ത്വയ്ബയുടെ ഒരു മുതിർന്ന കമാൻഡർ ആയിരുന്നു എന്നും അതുപോലെ തന്നെ ജമ്മു കശ്മീരിൽ നിന്നും ആളുകൾക്ക് തീവ്രവാദ പരിശീലനം നൽകുന്നതിന് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പോലുള്ള പ്രക്രിയകൾക്കായി ചെയ്തിരുന്ന ആളായിരുന്നു എന്നുള്ളതുമാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ബന്ദിപ്പുരയിലുണ്ടായ ഈ ഒരു ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ആക്രമണം അല്ലെങ്കിൽ ബന്ദിപ്പുരയിലെ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇന്നലെ തൊട്ട് ആരംഭിച്ചതാണ്. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റൊരു ദിവസം അല്ലെങ്കിൽ ദിവസങ്ങളോളം പഹൽഗാമിൽ ഇത്ര വലിയൊരു ആക്രമണം നടന്നിട്ടും അതിന് പിന്നീട് തുടർന്ന് വരുന്ന ദിവസങ്ങളിലും കശ്മീരിന്റെ തന്നെ മറ്റ് മേഖലകളിൽ ഭീകരരുമായ ആക്രമണം ഉണ്ടാവുകയാണ് എന്നുള്ളത് വളരെയധികം സുരക്ഷാ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം അവിടെയുള്ള ഭീകരർ ഒളിച്ചിരിക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങൾക്കിടയിലുള്ള പീർ പഞ്ചാലിലാണ് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബന്ദിപ്പോറയിലെ ഏറ്റുമുട്ടൽ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും അവിടെയുള്ള ഭീകരർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു, നുഴഞ്ഞുകയറ്റം മാത്രമാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റാക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടിട്ടുണ്ടോ മുതലായ കാര്യങ്ങളിൽ ഒക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. സൈന്യവും അതുപോലെ തന്നെ സംയുക്ത സൈന്യത്തിൻ്റെ തിരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കരസേനാ വിഭാഗവും അതുപോലെ തന്നെ സായുധ സേനാ വിഭാഗവും ജമ്മു കശ്മീരിൻ്റെ പോലീസ് വിഭാഗവും ചിനാർ കോപ്സും അടക്കമുള്ളവർ ഈ ഒരു സംയുക്ത ഓപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സംയുക്ത ദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖയ്ക്ക് സമാന്തരമായിക്കൊണ്ട് വലിയൊരു തിരച്ചിൽ, വ്യാപകമായൊരു തിരച്ചിൽ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യോമസേനയുടെ ധ്രുവ് ഹെലികോപ്റ്ററുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം സാങ്കേതികപരമായി വളരെയധികം ആഴത്തിലുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വശത്ത് ഈ ഭീകരർ നിരന്തരം അല്ലെങ്കിൽ തുടർച്ചയായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾക്ക് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ചും ഇന്ത്യ നയതന്ത്ര നടപടികൾ വളരെ കടുപ്പിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഇന്ത്യ മറുപടി നൽകുന്നത് നയതന്ത്ര തലത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ മറുപടി നൽകിയിരിക്കുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും അതുപോലെ തന്നെ വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുകയും അത്തരത്തിലുള്ള അതുപോലെ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി അവരുടെ പ്രതികരണം അറിയിക്കുകയും ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് തിരിച്ചു പോകാൻ നിർദ്ദേശിക്കുകയും അത്തരത്തിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നയതന്ത്ര തലത്തിലുള്ള പ്രതികരണം തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നിരിക്കെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ മിലിറ്ററി അല്ലെങ്കിൽ യുദ്ധപരമായി തിരിച്ചടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ, ഇന്ത്യൻ പിക്കറ്റിംഗ് പോസ്റ്റുകൾക്ക് നേരെ പലയിടത്തും ഇത്തരത്തിൽ ഇന്നലെ രാത്രി മുതൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഈ വെടിവെപ്പിനെ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന്
അങ്ങനെയാണ് സൈന്യം നൽകുന്ന വിവരം. ഇതിൽ ആർക്കും ഇതുവരെയും ആളപായം അല്ലെങ്കിൽ ആർക്കെങ്കിലും സൈനികർക്ക് പരിക്കേറ്റതായോ സിവിലിയൻസിന് പൗരന്മാർക്ക് പരിക്കേറ്റതായോ പറയുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ ഈ വെടിവെപ്പിനെ ന്യായീകരിക്കുന്നത് സ്പെക്കുലേറ്റഡ് ഫയറിംഗ് എന്നാണ്. സ്പെക്കുലേറ്റഡ് ഫയറിംഗ് എന്ന് പറയുന്നത് വെടിനിർത്തലിൻ്റെ ലംഘനമല്ല എന്നാണ് അവർ പറയുന്നത്. നിയന്ത്രണ രേഖയിൽ 2021 തൊട്ട് വെടിനിർത്തൽ കരാർ നിലവിലുള്ളതാണ്. ആ വെടിനിർത്തൽ പാകിസ്ഥാൻ ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ത്യയുടെ വിവിധ പിക്കറ്റിംഗ് പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയത് എന്നാണ് ഇന്ത്യ പറയുന്നത്. എന്നാൽ സ്പെക്കുലേറ്റഡ് ഫയറിംഗ് എന്നത് അപ്പുറത്ത് ശത്രുക്കൾ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഉള്ള ഒരു ഡിഫൻസ് ടാക്ടിക് അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രമാണ് എന്നതാണ് പാകിസ്ഥാന്റെ വിശദീകരണം. ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നറിയാനായി ഒരു സൂചന വെടി വെക്കുകയും ആ വെടി ശബ്ദം കേട്ട് അവർ തിരിച്ച് പ്രതികരിച്ചാൽ ശത്രുക്കൾ ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെവിടെയാണോ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ആ ഒരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ ഒരു തന്ത്രത്തെയാണ് സ്പെക്കുലേറ്റഡ് ഫയറിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു യുദ്ധതന്ത്രം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രമാണ് ഇന്നലെ ഉണ്ടായ ആ സ്പെക്കുലേറ്റഡ് ഫയറിംഗ് എന്നതാണ് പാകിസ്ഥാന്റെ വാദം. മാത്രമല്ല ആർക്കും പരിക്കേറ്റിട്ടില്ല, അത്തരത്തിൽ ഇതുവരെയും അപകടങ്ങൾ അല്ലെങ്കിൽ അപായങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമായോ അല്ലെങ്കിൽ ഒരു ആക്രമണമായോ ഇതിനെ യുദ്ധപ്രഖ്യാപനമായോ അതിനെ കാണേണ്ടതില്ല എന്നതാണ് അവരുടെ ഒരു പക്ഷം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ ഇത്രത്തോളം അശാന്തമായിരിക്കുന്ന ഒരു സമയത്ത്, ഒരു വശത്ത് ഭീകരരെ കൂടി നേരിടേണ്ടി വരുന്ന ഒരു സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പ്രകോപനപരമായി തന്നെയാണ് കാണാൻ കഴിയുകയുള്ളൂ. ശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം അതിനെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സൈന്യം വിശദീകരിക്കുന്നത്. ഇനി എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അൽത്താഫ് ലല്ലി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ലഷ്കർ-എ തൈബ കമാൻഡറായിട്ടുള്ള അൽത്താഫ് ലല്ലി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. എവിടെ വെച്ചാണ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ഭീകരർ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർ ആരെല്ലാമാണ്, എന്തിൻ്റെ ഭാഗമായാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത് മുതലായ കാര്യങ്ങളിലെല്ലാമാണ് ഇനിയൊരു സ്ഥിരീകരണം വരാനുള്ളത്. കാളിദാസ്.